ചക്ക കിട്ടിയപ്പോൾ തന്നെ വിചാരിച്ചതാണ് കേട്ടോ എന്തായാലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന്. 2 ദിവസമായിട്ട് എനിക്കത് സാധിച്ചില്ല, ലുക്കിന് പനിയായതുകൊണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനും ഡിനുവും കൂടി അങ്ങ് ഇറങ്ങി. ഡിനു ആയിട്ട് എനിക്ക് വെട്ടി കണ്ടം തുണ്ടമാക്കി തരാൻ പോകുന്നത്. ഡിനുവും വാക്കത്തിയും കൂടി നല്ല മൽപ്പിടുത്തമായിരുന്നു ഗൈസ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചക്ക വെട്ടാൻ അറിയില്ല, കഴിക്കാൻ മാത്രമേ അറിയൂ. ആരെങ്കിലും പൊളിച്ചു തന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല അസലായിട്ട് കഴിക്കും. അങ്ങനെ കണ്ടം തുണ്ടമാക്കിയ ചക്കയെടുത്ത് ഞാൻ പാത്രത്തിലാക്കി ഇങ്ങ് പോന്നു. ഇനി അടുത്തത് എൻ്റെ ഡ്യൂട്ടിയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ അറിയാനും കൂടി വയ്യ ഇത് എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കേണ്ടതെന്ന്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് എങ്ങനെയൊക്കെ വെട്ടി കണ്ടിച്ചിട്ട് കുരുവൊക്കെ ആയിട്ട് സെറ്റാക്കി എടുത്ത്. അത് ഫുൾ ചക്ക എടുത്തില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചു. കാരണം ഇനി എങ്ങനെ ഇത് ഫ്ലോപ്പായി പോയാൽ മറ്റേ ചക്ക കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ, വെറുതെ വേസ്റ്റാക്കി കളയേണ്ടെന്ന് വിചാരിച്ചു. എളുപ്പപ്പണിക്ക് ചക്ക കുക്കറിലിട്ടാണ് വെക്കുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങ് തീർക്കാമെന്ന് ഓർത്ത് അതിനുവേണ്ടി തേങ്ങയും പച്ചമുളകും വേപ്പിലയും ജീരകവും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് പിന്നെ കുക്കറെടുത്ത് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളക് പൊട്ടിച്ച് സവാളയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടിട്ട് വഴറ്റിയിട്ട് നമ്മൾ മുറിച്ച് വെച്ച് ചക്ക എടുത്ത് അങ്ങോട്ട് തട്ടുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ അരച്ച് വെച്ചില്ലേ ആ ഒരു അരപ്പ്, ആ സംഭവം കൂടി തട്ടിയിട്ട് ആ മിക്സിയും കൂടി കഴുകി അങ്ങ് ജാറങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ അത്ര വെള്ളം മതി, കുറച്ച് വെള്ളം എന്ന് ഉദ്ദേശിച്ചത് 1 ഗ്ലാസ് വെള്ളം മതി ഗൈസ്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ കഴിയുമ്പോൾ ഓക്കെ സെറ്റായിട്ടിരിക്കും. 2-3 വേണ്ട, 2 വിസിൽ മതി. പിന്നെ ഇന്ന് ചക്ക വയ്ക്കാൻ കാരണം ചാളയാണ് ഗൈസ്. ഇവൻ കാരണമാണ് ഇന്ന് ചക്ക